മാങ്കോസ്റ്റിൻ മരത്തുനിന്ന് കൊഴിഞ്ഞ പിഞ്ച് കായ്കളാട്ടത് ഇഷ്ടംപോലെ ഇങ്ങനെ കൊഴിയും. പിഞ്ചായിരിക്കുമ്പോൾ തന്നെ കാറ്റടിച്ചിട്ടും അല്ലാതെയൊക്കെ കുറേ ഇങ്ങനെ കൊഴിഞ്ഞു പോകും ട്ടോ. എന്നാലും ഇഷ്ടം പോലെ ഉണ്ടാവും ട്ടോ ഇതിൽ കായൽ. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയാൽ കാണുമൊന്നുമില്ല, നിറച്ച് ഇലകളുള്ളൊരു മരമാണല്ലോ. അപ്പം അതിൻ്റെ പേരിൽ പക്ഷേ ഇങ്ങനെ വീണ് കിടക്കുമ്പോഴാണ് നമ്മൾ കാണൽ ഇത്രയധികം ഇതിൽ കൊഴിഞ്ഞു പോകുന്നുണ്ടോയെന്നൊക്കെ. അത്രയധികമാണ് പഠിച്ചു കൂട്ടിയപ്പോൾ ഇത്രയും അധികം ഉണ്ട്. പിന്നെ ഇതാ ബട്ടർ ഫ്രൂട്ട്, ഇതൊക്കെ ഇപ്പോൾ കാറ്റിന് കൊഴിഞ്ഞതാണ്. പിന്നെ മൂത്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇത് കുറച്ച് വലുപ്പമുള്ള ഒരു ഇത് പിന്നെ മാങ്കോസ്റ്റിന് ഇതാ കിട്ടി. ഇതിപ്പോൾ എന്താ ചെയ്യുക, ഇത് പഴുത്തിട്ടുണ്ടെങ്കിൽ കറുത്ത കളറാവും ഇതിൻ്റെ പുറന്തോട് കേട്ടോ. നല്ല വലുപ്പത്തിൽ ഇതിപ്പോൾ ഇങ്ങനെ ഏകദേശം ആയി വരുന്നതാണ്. നല്ല കുറച്ചും കൂടി വലുപ്പം ഒക്കെ ഉണ്ട്. അപ്പം ആ രീതിയിൽ അതിലുണ്ടാവുക. ഇതിൻ്റെ ഒരു കട്ടിയുള്ള പുറന്തോടാണ്. ഈ പുറന്തോട് നമ്മൾ ഇങ്ങനെ പൊളിച്ച് നോക്കിയാൽ ഉള്ളിൽ ഇങ്ങനെ വെളുത്തുള്ളി പോലെ ഉണ്ടാവും. അങ്ങനെയാണ്. കണ്ടില്ല കൊഴിഞ്ഞ് വീണിട്ടുള്ള ഇഷ്ടം പോലെ കൊഴിഞ്ഞെടുക്കുക കേട്ടോ. ഇതൊക്കെ വലുതായാൽ എത്ര പോരെ ഉണ്ടാവും. പക്ഷെ ഇത് കണ്ടില്ല ഇങ്ങനെ കൊഴിഞ്ഞ് കുറേ പോകും. ബാക്കിയാണ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ കുട്ടികളുടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ കുട്ടികൾ വന്നിട്ട് കുറച്ച് വലിപ്പമുള്ളതൊക്കെ പെറുക്കി അവർ തിന്നുട്ടോ. അതിൻ്റെ ഉള്ളിലൊരു പുളി, ഒരു ഏകദേശം ഈ സമയത്തൊക്കെ ഒരു നേരിയൊരു പുളിയും കൂടി ചേർന്നിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുക. പഴുത്താൽ നല്ല മധുരമായിരിക്കും. അതാണ് മാങ്കോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. നമ്മളെ എന്താ ഏകദേശം നമ്മളെ ഇതുപോലെയൊക്കെ ഉണ്ടാവും. മറ്റേ റംബുട്ടാൻ്റെയൊക്കെ കഴമ്പ് പോലെയാണ് ഉണ്ടാവുക. അതിൻ്റെ ഉള്ളിലൊരു കുരു. പിന്നെ ഇതിങ്ങനെ ഒരു വെളുത്തുള്ളി പോലെ അല്ലി പോലെ കണ്ട ആ ഒരു വലിപ്പം കിട്ടിയ ഇത് ഞാനും മുറിച്ചതാണിത്. കണ്ടില്ലേ കുറേ വെളുത്തുള്ളി അല്ലി പോലെ ഇങ്ങനെ ഇതുപോലെ ഇരിക്കുക. തൊണ്ട് പൊളിച്ചാൽ തൊണ്ട് നല്ല കറുപ്പ് കളറായിരിക്കും കേട്ടോ. ഈ രീതിയിലാണ് മാങ്കോസ്റ്റിൻ ഉണ്ടാവുക. കണ്ടില്ലേ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വയനാട്ടിലാണ്, എൻ്റെ വീട്ടിൽ നിന്നാണ്.